TVSRCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ പൂജാപഠന ക്യാമ്പ് ഏതാണ്ട് ഇന്ന് പര്യവസാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആൾക്കാർ കുട്ടികളെ കണ്ടില്ലേ, എന്തോ ശുദ്ധമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ ഈ അച്ഛനെയും അമ്മയും ഒന്നും വിട്ടു നിന്നിട്ടുള്ള ശീലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കുളത്തൊന്നും കുളിച്ചിട്ടില്ല, കുളം കാണുമ്പോൾ പേടിയായിരുന്നു. ഭക്ഷണം വിളമ്പി കൊടുത്തുള്ള ശീലമില്ല. ശുദ്ധം എന്താ അറിയാം, പക്ഷെ എങ്ങനെയാണ് ശുദ്ധമെന്ന് ഒന്നുകൂടി പഠിച്ചു. ഹരിയേട്ടന്റെ പൂജ ക്ലാസിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു. ചെറിയ കൊച്ചുകുട്ടിയാണ്, അത്ര മനോഹരമായിട്ട് വലിയൊരു ശരിക്കും ഒരു 1.5 മണിക്കൂർ പ്രസംഗിക്കേണ്ട ഒരു കാര്യം വളരെ നിസ്സാരത പറയാം ലഘൂകരിച്ചുകൊണ്ട് ഒരു 3 മിനിറ്റിൽ എന്തെങ്കിലും ഒതുക്കി തീർക്കും. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്യാമ്പിന്റെ പവിത്രതയെ കുറിച്ച്, ഇതിന്റെ മഹാത്മ്യത്തെ കുറിച്ച്. ഇത് കൂടുതൽ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ആ മഹാത്മ്യം നഷ്ടപ്പെട്ടവർക്ക് ഒരു കണ്ണ് കിട്ടണ്ട, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ കുട്ടിയും ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്ന ഇല്ല വിട്ട് നിൽക്കുന്നത്. ഇതുവരെയായിട്ട് അമ്മാത്ത് പോലും പോയിട്ട് ഒരു ദിവസം നിന്നിട്ടില്ല, സ്വന്തം അമ്മാത്ത് നിന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടി വലിയൊരു ആവേശത്തിലെ ഒരു 5-6 ദിവസം ഇനി ഇവിടുന്ന് ഇവരൊക്കെ അടർത്തി കൊണ്ടുപോയി എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഇവരെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞവിടെ സുഹൃത്തുക്കളായി, ഗുരുനാഥനായി, അതാ സ്വന്തം അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ട് സഹോദരൻ ചെയ്യുന്നു. ശ്രീരാമേട്ടനും അതുപോലെ തന്നെ നാരായണേട്ടനും അനഘ എല്ലാവരുമായിട്ട് അത്രയധികം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവരെ ഇവിടെ നിന്ന് എങ്ങനെയാണ് കൊണ്ടുപോകുക? ഞാൻ നേരത്തെ അനഘയോട് പറഞ്ഞിരുന്നു, വൈകുന്നേരം നമുക്കൊരു കളിവീട് ഉറങ്ങിയല്ലോ എന്നൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞിരുന്നു. അനഘയോട് ഉറങ്ങിപ്പോകും. ഈ കളിവീട് തന്നെയാണത്. എല്ലാം ഉണ്ട്, കളിയുണ്ട്, പാട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫുട്ബോളോ എന്താ വേണ്ടതെല്ലാം, കുളിയുടെ കാര്യങ്ങളായാലും അതിന്റെ കൂട്ടത്തില് പൂജയാവട്ടെ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളുടെ നിഷ്ഠ എങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു ഉപദേശങ്ങളാവട്ടെ, ഇതൊക്കെ. പക്ഷെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോ കുറച്ചു കാലം ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് ഓൺലൈൻ ക്ലാസ് ആയിട്ട് കുറെ മന്ത്രങ്ങളും കാര്യങ്ങളും പഠിച്ചു. ഇവിടെ വന്നിട്ട് അതിന്റെ 1-2 ദിവസം തുടക്കം കുറച്ചപ്പോഴത്തേന് എന്ത് ചെയ്തു, ഇവരുടെ ഹരിയേട്ടനും ശ്രീരാമേട്ടനും നാരായണനൊക്കെ ഇരുത്തി കുട്ടികളെ കൊണ്ട് ഏതാണ്ട് ഇതൊക്കെ പഠിച്ചത് എത്രത്തോളം സ്ഫുടതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് അവർ നോക്കി. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇരുത്തിയിട്ട് പൂജ കഴിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നലെ ഗണപതിയോം കഴിച്ചു. ഞാൻ ഗണപതിയോം നേരിട്ട് കണ്ടിട്ടില്ല, എന്തായാലും വീഡിയോ കണ്ടു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടികൾ ഗണപതിയോം വൃത്തിയായിട്ട് ചെയ്തതായിട്ട് കണ്ടു. അതുപോലെ തന്നെ പൂജ പ്രത്യക്ഷത്തിൽ അവർക്ക് പരികർമ്മത്തിനൊക്കെ ആയിട്ട് ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ സാധിച്ചതുകൊണ്ട് നേരിട്ട് അതിന്റെ ആ പൂജ കഴിക്കുന്ന രീതികളും സമ്പ്രദായങ്ങളും മനസ്സിലാക്കി. ഒരുവിധം കുട്ടികൾ 35 കുട്ടികളും ഏതാണ്ട് വൃത്തിയായിട്ട് ചെയ്തു. നേരത്തെ ഹരിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മളിതിപ്പോ ഒരു പാറപ്പുറത്ത് വിത്തിട്ടോ എന്നുള്ളത് അവസ്ഥയാണ്. ഇപ്പോൾ അതിനെ നല്ലോണം മണ്ണും അതുപോലെ തന്നെ വെള്ളമൊഴിക്കാനും വളയിടാനും വളർന്നു വരാനുള്ള ഒരു നമ്മളുടെ ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 മാസം കൊണ്ട് നല്ല രീതിയിൽ പൂജ കഴിക്കാൻ പ്രാപ്തരായിരിക്കുന്ന ആൾക്കാർ കുട്ടികളായിട്ട് മാറുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഇമേജ് ക്രെഡിറ്റ് ആർക്കായിരിക്കും? ഈ ക്യാമ്പ് നടത്തിയിരിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ഇതിന്റെ ഗുരുനാഥനായിരിക്കുന്ന ഹരിയേട്ടനുമാണ്. അപ്പൊ ഇത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ആത്മപ്രശംസകൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വേണ്ടത്, നമ്മളെ കുട്ടികൾ ഇത്രയും 5-6 ദിവസക്കാലം നമ്മളെ കുട്ടികൾ നമ്മളെ സ്വന്തം അച്ഛനമ്മയെ നോക്കുന്നതിന് ഉപരിയായിട്ട് ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിൽ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, 6 ദിവസം പരിപാലിച്ചു നമ്മൾ ഏൽപ്പിക്കുകയായിരുന്നു. വൈകുന്നേരം ഈ ഏൽപ്പിച്ചെടുക്കുന്ന നമ്മള് കുട്ടികളെ കൂട്ടി പോകുമ്പോൾ നമുക്കൊരൊറ്റ ഉദ്ദേശം ഉണ്ടാവണം. 2-3 മാസം കൊണ്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഈ വിഷ്ണു പൂജയാണ് വിഷ്ണു പൂജ, അല്ലെങ്കിൽ ഗണപതിയാണ് ഗണപതിയും വൃത്തിയായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വൃത്തിയായിട്ട് പൂജ കഴിക്കാൻ. ഇനിയൊരു അവസരം ഈ ഗുരുനാഥന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ കുട്ടിയെ കൊണ്ടൊരു വൃത്തിയായിട്ട് പൂജ ഞാൻ കഴിപ്പിക്കും എന്നൊരു ദൃഢപ്രതിജ്ഞ എല്ലാവരിലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ക്യാമ്പ് നടത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു അംഗീകാരം കിട്ടും. ഇപ്പൊ ഇവിടെ തന്നെ പലരും പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു, സെക്കൻഡ് ബാച്ചിലുണ്ടായിരുന്നു, തേർഡ് ബാച്ചിലുണ്ടായിരുന്നു. അത് വെച്ച് നോക്കൂ. അതേപോലെ നമുക്ക് നാളെ പറയണം, ഞാനുണ്ടായിരുന്നു 3ാമത്തെ ബാച്ചിൽ.
മൂന്നാമത്തെ ബേസിൽ ഞാൻ പഠിച്ചു, 2 മാസം കൊണ്ട് ഞാൻ പൂജ വൃത്തിയായിട്ട് പഠിച്ചു. എന്റെ ഗുരുനാഥന്റെ മുമ്പിലും ശ്രീരാമന്റെ മുമ്പിലും നാരായണന്റെ മുമ്പിലും ഒക്കെ എനിക്ക് വൃത്തിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നത് രീതിയിൽ അവർക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാം നന്ദി പറഞ്ഞു, പിന്നെ അനുമോദനം നേടി, പിന്നെ ആശംസകൾ പറഞ്ഞു പോകുന്നതിനേക്കാളും ഭേദം പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഈ TVSRCCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പ് കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഗുണമുണ്ടായി എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരം. കഥ പറഞ്ഞിട്ട് നമ്മൾ ഭംഗിയായിട്ടോ ഗംഭീരായിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, നന്ദി കൊണ്ട് മാത്രം കാര്യമില്ല. അവർക്ക് സ്നേഹം കിട്ടണമെങ്കിൽ, അവർക്ക് നാളെ ഈ ചാരിറ്റിക്ക് ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ നന്മയാണ് എന്ത് വേണ്ട, പൊതുസമൂഹം പറഞ്ഞിട്ട് ആ കുട്ടികൾ അവിടെ പോയി പഠിച്ചതാണ്, എന്നയാളുടെ കസ്റ്റഡിയിലായിരുന്നു, ഇന്ന ക്യാമ്പിലായിരുന്നു എന്ന് അറിഞ്ഞിട്ടുള്ള ഒരു ആത്മപ്രശംസ കൊണ്ട് മാത്രമല്ല, എന്ത് വേണം, പ്രാക്ടിക്കലായിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു അംഗീകാരമാണ് ഈ നടത്തുന്ന ക്യാമ്പ് നടത്തുന്ന ശ്രീരാമേട്ടനായി കഴിഞ്ഞാലും നാരായണനായി കഴിഞ്ഞാലും പഠിപ്പിച്ചിരിക്കുന്ന ഹരിയേട്ടനായി കഴിഞ്ഞാലും ഇവർക്ക് ഒരു വലിയൊരു അംഗീകാരം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മ വലിയ താമസമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, ഇവരുടെ മുമ്പിൽ ഒരു നല്ലൊരു പൂജ നടത്താൻ പൂജ ഇതുവരെ പഠിച്ച മോശമായി നല്ല പറഞ്ഞു, കുറച്ചുകൂടി വൃത്തിയായിട്ട് നടത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പിന്നെ അനഘയുടെ കാര്യത്തില് പ്രത്യേകിച്ച് അനഘയെ പോലത്തൊരു കുട്ടി വീട്ടിലുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതായിരിക്കും നന്നാവുക. അനഘയെ പോലത്തൊരു കുട്ടി നമുക്ക് ഒരു അനിയത്തിയായിട്ടോ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അടുത്ത ജന്മത്തിലെങ്കിലും. ഇത് സാധിച്ചൊന്നും വരില്ല. അത് വല്ലാത്തൊരു ഡെഡിക്കേഷനാണ് കുട്ടി, ഒരു രക്ഷയില്ല. ഇവിടെ അടുത്ത് ഞങ്ങളിപ്പോ അലോക് ഞങ്ങൾ കുറച്ച് ആൾക്കാരങ്ങനെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും സാധനം ആവശ്യപ്പെടാൻ അനഘയ്ക്ക് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ അടുത്തൊന്നും കടയില്ല, ഇപ്പൊ ദൂരം വഴി പോയിട്ട് വരാൻ പറയാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോ ഇപ്പൊ കിടന്നു എന്തെങ്കിലും ആ കുട്ടിക്ക്, അത് വേറൊന്നുമല്ല, ഒരു രക്ഷയില്ല. അതിന് ഈ പറഞ്ഞിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട് ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞോട്ടെ, ഒരു അവതാരം എന്ന് പറഞ്ഞോട്ടെ, തെറ്റൊന്നും വിചാരിക്കരുത്, ഒരു അവതാരം തന്നെയാണ്. തെങ്ങ് കയറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് മാവ് കയറിയിട്ട് മാങ്ങ ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, തെങ്ങ് കയറിയിട്ട് ചക്ക ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ചെയ്ത എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെ ഇങ്ങനെ ഒന്നിനെ തന്നെ നമുക്ക് വീട്ടിലാവുന്നില്ല. ആലോചിച്ച് നോക്കൂ അല്ലേ, 35 എണ്ണത്തിനെ നയിക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട്. അനഘ, യു ആർ ഗ്രേറ്റ്. ഒന്നുമില്ല, ഇതിനും അപ്പുറത്തേക്ക് ഒരു അംഗീകാരം തരാനൊന്നുമില്ല. അത് ശ്രീരാമേട്ടന്റെ ഈ ഒപ്പമുള്ള ഭാഗ്യമാണ്. മാത്രമല്ല ഈ ക്യാമ്പിന്റെ ഒരു അന്തസത്തയും കൂടിയാണ് എന്ത് അനഘ. ഇനി കൂടുതലായിട്ട് സംസാരിച്ചിട്ട് സമയം കളഞ്ഞില്ല. നന്ദി, നമസ്കാരം. നല്ല പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവർക്കൊരു പരാതി എന്നെ കുറിച്ച് ഉണ്ടായിരുന്നു, ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല, എന്തെടുത്താൽ വേഗം രക്ഷപ്പെടുന്നെന്ന്. ആ ശ്രീഹരി പറഞ്ഞൊരു കാര്യമുണ്ട്, 3 പ്രാവശ്യം വെള്ളത്തിൽ പോയി മുങ്ങി ചാവുകയായിരുന്നു എന്നല്ല. എനിക്ക് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ ശ്രീരാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാമ്പ് ഇടുന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ശ്രീരാമേട്ടനോട് പറഞ്ഞത് ഒരു ക്യാരം ബോർഡും ഒരു ബാഡ്മിന്റൺ സെറ്റും അറേഞ്ച് ചെയ്ത് നോക്കണം. നിങ്ങൾ സമാധാനമായിട്ട് ഏത് കളി കളിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല, പക്ഷെ നിങ്ങൾ അപകടകരമായി കളിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചെറിയ ദേഷ്യം. അവര് കുശുകുശുന്നുണ്ടായിരുന്നു എന്നെ കുറിച്ചിട്ട്, പലയിടത്തും പരാതി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് എനിക്ക് വേണം. കാരണം അടുത്ത ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങളിൽ നിന്ന് മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. എന്നിൽ എന്തെങ്കിലും കൂടുതൽ സോഫ്റ്റ്നെസ് ഉണ്ടാക്കണോ എന്ന്, അതിൻ്റെ ഒരു മറുപടി ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഒരു 2 പേരെങ്കിലും വന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാകുമായിരുന്നു. കാരണം എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യമില്ല, പക്ഷെ എനിക്ക് നിങ്ങൾ കളിക്കുന്ന കാണുമ്പോൾ ചെറിയ പേടിയുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ഹരിയേട്ടനെ പോലെ ഒരു ശരിക്കുള്ള ഭാഗ്യം കിട്ടിയിട്ടാ പറയാം. കാരണം ഹരിയേട്ടൻ ഇപ്പൊ പൂജ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ശിഷ്യന്മാർ ഇത് തുടരുന്നത് കൊണ്ട് ഹരിയേട്ടൻ്റെ ജീവിതം ധന്യമാണ്. അതുപോലെ നിങ്ങൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾ പൂജ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചാലും നിങ്ങൾ പൂജ കഴിക്കേണ്ട ഒരു ഫലം പോലെ കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് പൂജ ചെയ്യാനുള്ള അവസരം ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ക്യാമ്പ് പങ്കെടുത്ത് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട്
പേഴ്സണലായിട്ടോ ഇവിടെ വെച്ചോ പറയാം നിങ്ങൾക്ക്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധന്യ. ഞാൻ ഇവിടെ അടുത്തുള്ളതാണ്, കോട്ടപ്പള്ളി മുനിയിലത്ത്. എൻ്റെ മകൻ ഈ പൂജ പഠന ക്യാമ്പിലുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഈ ക്യാമ്പിൽ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ആസ്വദിച്ചതിനേക്കാൾ കൂടുതൽ ഈ ക്യാമ്പ് ആസ്വദിച്ച ഒരാളും കൂടിയാണ് ഞാൻ. കാരണം വൈകുന്നേരം ഇവിടെ വരുന്നു, ഒരു പോസിറ്റീവ് എനർജി. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഭഗവാനോട് എല്ലാം ശരിയാക്കി തരണേ എന്ന് പറയാനല്ല, മറിച്ച് നമുക്ക് എല്ലാ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി വൈകുന്നേരങ്ങളിലായാലും രാവിലെ ആയാലും ആ അമ്പലത്തിലെ വിളക്കിന് മുന്നിൽ നിന്നിട്ടും മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എനർജി തീർത്തും ഇവിടെ ഈ 5 ദിവസം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കുട്ടികൾ എത്രത്തോളം ഈ ക്യാമ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അവരുടെ ഓരോ വാക്കുകളിലും ഉണ്ട് ഇവിടുന്ന് അവർക്ക് എത്രത്തോളം സന്തോഷം കിട്ടി എന്നുള്ളത്. നമുക്ക് എന്ത് പഠിക്കാനും ഒരു അവസരം ലഭിക്കുക എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതിന് ഈ ഒരു അവസരം, ഈ 5 ദിവസത്തെ ഒരു അവസരം ഒരുക്കി കൊടുത്ത TVSRCയുടെ കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും ഒരു കൂട്ടായ്മയാണ് ഒരു പരിപാടി നന്നാക്കുക എന്നുള്ളത്. അങ്ങനെ കൂട്ടായി പ്രവർത്തിച്ച എല്ലാവർക്കും, കൂടാതെ ഈ പൂലൂർ ഇല്ലത്തെ എല്ലാവർക്കും അവർ വീണ്ടും ഒരു അതിഥി വന്നതുപോലെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ സ്വാഗതം ചെയ്തത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഈ TVSRCയുടെ എല്ലാ കോർഡിനേറ്റേഴ്സിനും എൻ്റെ വക ഒരു നല്ല അഭിവാദ്യം. എല്ലാവരെയും സന്തോഷത്തോടു കൂടി എന്നും ഓർക്കുന്നു. കൂടുതൽ അവസരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് അനഘ, എല്ലാവർക്കറിയാലോ. എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളതാണ് ഈ ക്യാമ്പ് കാര്യം. കാരണം ഞാൻ ഈ ഗൈഡ്സ്, അതേപോലെ NSS, അതേപോലെ നമ്പൂര് ജാന്തർജനങ്ങളുടെ ക്യാമ്പ്, അങ്ങനെ ഒട്ടനവധി ഒരു 20-30 ക്യാമ്പും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള പരിചയമുണ്ട് എനിക്ക്. നല്ല എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നതാണ് ലീഡർഷിപ്പ് എന്നുള്ളത്. അത് ഞാൻ ഞാനത് ഉണ്ടാക്കി കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അതിലൂടെ ആ ഒരു മെച്ചപ്പെട്ടതിലൂടെയാണ് ഞാൻ ഇവരെ നോക്കിയിട്ടുള്ളത്. 35 കുട്ടികൾ വലിയ, കാരണം എൻ്റെ അരിയറി ഞാൻ വീട്ടിൽ നോക്കുന്നതാണ്. 35 കുട്ടികൾ വലിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ചീത്ത പറഞ്ഞത് ഞാൻ കുളത്തിൻ്റെ ടൈമിൽ, ആ ഒരു ടൈമിലാണ്. ബാക്കി ഉണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ദേഷ്യം വിട്ട് ഒരു 5 മിനിറ്റ് ആ ദേഷ്യം ഉണ്ടാവും മനസ്സിൽ. കുറച്ച് കഴിഞ്ഞാൽ അവര് ഹായ് അനഘേച്ചി പറഞ്ഞ് വരുന്നതുകൊണ്ട് സമാധാനം, ആ മനസ്സിൽ ആ പകി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ധൈര്യത്തോടെയാണ് അവരുടെ ഇത്രയും ചീത്ത പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. എനിക്കിതിന്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്.